നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫലം സിദ്ധിക്കുന്നത്. ഈ ദേവിക മോള് എപ്പോഴും ഇങ്ങനെയാ, സ്വയം മറന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവളാ. മോളെ, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഞാൻ മോൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കുന്നില്ല. അതെന്തായാലും ദേവി അത് നടത്തി തരും. അമ്മയുടെ കൊച്ചുമോന് എത്രയും വേഗം അസുഖം ഭേദാവും. അമ്മ സമാധാനായിട്ട് പോയിക്കോളൂ. മോളും വാ എന്നോടൊപ്പം. എനിക്കിനിയും പ്രദക്ഷിണം ബാക്കിയുണ്ട്. അതിനി വേണ്ട മോളെ. ഞാൻ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ദേവി കേട്ടു. അത് നടത്തി തരും. ഇന്നിനി ഇത്രയും മതി. ഒരുപാട് ക്ഷീണിച്ചു കാണും. ഇല്ലമ്മേ, എത്ര ക്ഷീണം ഉണ്ടെങ്കിലും ഞാനത് പൂർത്തിയാക്കും. അമ്മേ മഹാമായേ, അമ്മേ ഭഗവതി ദേവി, തിരുമേനി, അതാരാ തിരുമേനി? അറിയില്ലേ, അത് പത്മനാശ്രമത്തിലുള്ള മഹാസിദ്ധിയുള്ള ഒരു സന്യാസിയാ, കൈവല്യാനന്ദ സ്വാമികൾ. ഹിമാലയത്തിലൊക്കെ തപസ്സനുഷ്ഠിച്ചിട്ടുള്ള സ്വാമികളാ. എല്ലാ പൗർണമി നാളുകളിലും ഇവിടെ എത്തി ആവശ്യക്കാർക്ക് മരുന്നുകൾ കൊടുക്കും. അതും ഹിമാലയത്തിലൊക്കെ ഉള്ള അപൂർവ ഔഷധങ്ങളാ. ബാക്കി ദിവസങ്ങളിൽ പത്മനാശ്രമത്തിലുണ്ടാവും. എന്താ മോളെ, എന്താ നിന്റെ ആവശ്യം? സ്വാമി, ഈ മനോരഞ്ജിത എന്നൊരു പുഷ്പത്തെ പറ്റി സ്വാമിക്ക് അറിയാമോ? അതൊരു അപൂർവ ഇനം പുഷ്പമാണല്ലോ. എന്തിനു വേണ്ടിയുള്ളതാണ് ആ പുഷ്പം? അത് ഔഷധമാണോ? ഒരു സംശയവും വേണ്ട. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ആ പുഷ്പത്തിന്റെ പേരിൽ തന്നെ അതെന്തിനുള്ളതാണെന്ന് വ്യക്തമാണല്ലോ. മനോരഞ്ജിതം, മനസ്സിനെ രഞ്ജിപ്പിക്കുന്നത്, മനസ്സിന്റെ അസുഖങ്ങൾ മാറാനുള്ള മരുന്ന. സ്വാമി, അതെവിടെയാ കിട്ടുക? പണ്ട് മരുന്നുമല എന്നൊരു സ്ഥലം ഈ കാടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ പൗർണമി നാളിലെ ഈ പുഷ്പം കിട്ടും. നാഗമാണ് പുഷ്പത്തിന് കാവൽ നിൽക്കുന്നത്. നിർമ്മലമായ മനസ്സും ഉറച്ച ഇച്ഛാശക്തി ഉള്ളവർക്ക് മാത്രമേ ആ പുഷ്പം ലഭിക്കൂ. നാഗത്തിന്റെ അനുമതി കിട്ടിയാൽ മാത്രമേ ആ പുഷ്പം പറിച്ചെടുക്കാനാവൂ. അങ്ങനെയല്ലാതെ നിഷ്ഠയില്ലാതെ ഒരാൾ ആ പൂവിന് സമീപിച്ചാൽ അപകടമാണ്. നാഗദർശനം വരെ സംഭവിക്കാം. സ്വാമി അച്ഛൻ എടുക്കുന്നില്ലല്ലോ. ഇന്ന് പൗർണമിയാണ്. മനോരഞ്ജിതൻ തേടി ഞാൻ തന്നെ പോയല്ലോ. അമ്മേ ദേവി, നാഗദൈവങ്ങളെ എന്നെ കാത്തോണേ.
സ്വാമിയച്ച, സോറി സ്വാമിയച്ച. ഇതല്ലേ സ്വാമിയച്ച പറഞ്ഞ മനോരഞ്ജിത പുഷ്പം? അതെ, ഇത് നിനക്ക് എങ്ങനെ കിട്ടി? അത്ഭുതമായിരിക്കുന്നല്ലോ. ഞാൻ 2 ആളെ കാട്ടിൽ വിട്ട് തിരക്കിയിട്ടും എനിക്ക് കിട്ടിയില്ല. പറയൂ, നിനക്കിത് എങ്ങനെ കിട്ടി? പൗർണമിയാണെന്ന് അറിഞ്ഞ് ഞാൻ കാട്ടിനുള്ളിലേക്ക് ഈ പൂ തേടിപ്പോയി. അജ്ഞാതമായ ഏതോ ഒരു ശക്തി എനിക്ക് ഈ പൂ കാണിച്ചു തന്നു. ദേവിയെ ഇന്ന് നാഗത്തന്മാരെയും പ്രാർത്ഥിച്ച് പൂവ് പറിച്ചതും ഒരു സർപ്പം വന്ന് എന്നെ അവിടെ നിന്ന് ഓടിച്ചു. ദേവിയുടെ അനുഗ്രഹം കൊണ്ടാവാം എനിക്കൊരാപത്തും പറ്റിയില്ല. അതിശയമായിരിക്കുന്നു. നിനക്ക് ദേവിയുടെ അനുഗ്രഹമുണ്ട്. നാഗദൈവങ്ങളും നിന്നോട് കരുണ കാണിച്ചു. എല്ലാറ്റിലും ഉപരി കുട്ടന് രോഗം ഭേദമാവാനുള്ള യോഗം ഉണ്ടായിരിക്കുന്നു. രോഗിക്ക് രോഗം മാറാനുള്ള യോഗം ഉണ്ടെങ്കിലേ ഈ പൂ ചികിത്സകന് കിട്ടൂ. ഏഞ്ചലെ, എനിക്ക് വിശക്കണു. ഏഞ്ചൽ എന്തെങ്കിലും കുട്ടനെ കഴിക്കാൻ കൊണ്ടുവന്നണ്ടാ? ഞാൻ കുട്ടന് വേണ്ടി കൊണ്ടുവന്ന പോവാ ഇത്. എന്നിട്ട് ഇത് എനിക്ക് തരണ്ട എന്തിനാ താടിയപ്പൂപ്പന് കൊടുത്തേ? എനിക്ക് കളിക്കാൻ വേണം അപ്പൂപ്പ. പൂത്താ പൂപ്പ. ഇതേ കുട്ടന്റെ അസുഖം മാറ്റാനുള്ള മരുന്നാ. ഈ പൂ കൊണ്ട് ഔഷധക്കൂടുണ്ടാക്കി മരുന്നാക്കി കുട്ടന് തരും. നിന്റെ മാലാഖ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഈ അപൂർവ പുഷ്പം കൊണ്ടുവന്നത്? എനിക്ക് വേണ്ട, എനിക്ക് മരുന്ന് വേണ്ട. എനിക്ക് ഈ പൂ മതി. താന്റെ താടിപ്പൂപ്പ. ഈ മരുന്ന് കഴിച്ചാ കുട്ടന് വേഗം ഇവിടുന്ന് പോവാം. പിന്നെ കയ്പുള്ള ഒരു മരുന്നും കഴിക്കണ്ട. ആരും കുട്ടനെ മുറിയിൽ അടച്ചിടില്ല. എവിടെ വേണമെങ്കിലും പോവാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏഞ്ചലിനെ കൊണ്ടുപോവാ. വേഗം മരുന്ന് കഴിച്ച് സുഖമായിട്ട് വാ. നാളെ തന്നെ നമുക്ക് പാർക്കിൽ പോവാം. എന്നാലും കുട്ടി, നിനക്ക് ഇതെങ്ങനെ സാധ്യമായി നോക്കുമ്പോ നാഗദൈവങ്ങളെ, പ്രകൃതീശ്വരി അമ്മേ, എല്ലാം നിന്റെ തീരുമാനം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.